ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എന്നും നമ്മൾ നോർമലായിട്ടൊക്കെ ചിക്കൻ കറി വെക്കുന്നതിന് പകരം വല്ലപ്പോഴൊക്കെ എങ്ങനെയൊന്ന് വെറൈറ്റിക്ക് വെച്ച് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓള് കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു അരമുറി സവാളയും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ചാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ദാ ഇവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മന്തി മസാല ആണ്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1 ഹവറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതാ മസാലകളൊക്കെ നല്ലതുപോലെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ഇതേപോലെ ഒരു പീസ് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ബട്ടറൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. ഈ ബട്ടറിൽ കിടന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാ ചിക്കൻ പീസസ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ്റെ അരപ്പാണ് ഈ കാണുന്നത് ബാക്കി വന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടി വരും. പിന്നീട് ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പേസ്റ്റാക്കി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് കുക്കാവുമ്പോഴത്തേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ്റെ 2 സൈഡും ഈ ബട്ടറിൽ കിടന്നൊന്ന് ഹാഫ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുമ്പേ നമ്മൾ മാറ്റി വെച്ച ഈ ചിക്കൻ്റെ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നേരത്തെ കുതിർത്ത് വെച്ച കാഷ്യൂനട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നേരത്തെ ഒഴിച്ച അരപ്പിൽ കിടന്ന് നല്ലതുപോലെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.